Hey friends, it's JBM and welcome back to my channel. Friends, ഇന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു സ്ഥലത്ത് വെച്ചാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സിനപ്പുറമായി. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഒരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മൾ അക്വാറിയായിട്ട് ഇപ്പോൾ ഫിഷൊക്കെ, അതായത് കുറേ തരം വെറൈറ്റി മീനൊക്കെ നമ്മൾ വളർത്താറുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറേ ഇങ്ങനെ ഓക്സിജൻ പമ്പൊക്കെ വാങ്ങിക്കും. ഇപ്പോൾ ഗോൾഡ് ഫിഷൊക്കെ ആണെങ്കിൽ അതിന് ഓക്സിജൻ പമ്പൊക്കെ വാങ്ങിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ രീതിയിലായിട്ടുള്ള ഒരു ഓക്സിജൻ പമ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ആ വീഡിയോ തുടക്കം മുതൽ അവസാനമായിട്ട് നിങ്ങൾ കാണുക. അതുമാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിവിടെ ആദ്യം വേണ്ടത് 2 പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മിറിൻ്റെ ബോട്ടിലിൻ്റെ ഇതാണ്. അപ്പോൾ നമ്മളത് അവിടെ വെച്ചു. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ ട്യൂബാണ്. അപ്പോൾ ഈ ഒരു ട്യൂബിൻ്റെ പേരെന്ന് വെച്ചാൽ ഇത് സാധാരണ ഓസ് ട്യൂബ് പോലെ, ഇത് ചെറിയ ട്യൂബ്, ചെറിയ തിക്നെസ് ആയിട്ടുള്ള വളരെ ചെറിയൊരു ട്യൂബാണ്. ഇതൊക്കെ കടയിൽ ചോദിച്ചാൽ കിട്ടാവുന്നതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഗ്ലൂഗൺ ആണ്. അപ്പോൾ ഗ്ലൂഗൺ ഇല്ലാത്തവർക്ക് ഞാൻ ഫെവിക്വിക്ക് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ 2 കുപ്പികളിലായിട്ട് അതിൻ്റെ ക്യാപ്പ്, അതിൻ്റെ അടപ്പിൽ നമ്മൾ 2 ഹോൾസ് ആക്കി ഉണ്ടാക്കുക. അതായത് ആ ഒരു ട്യൂബ് ഇറങ്ങിപ്പോകുന്ന വിധത്തിൽ നമ്മൾ ഹോൾസ് ഉണ്ടാക്കുക. അപ്പോൾ ആ ട്യൂബിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 ഹോൾസ് ഉണ്ടാക്കി. ഇപ്പോൾ സോൾഡറിങ് അയണൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ബെസ്റ്റാണ്. കാരണം പെട്ടെന്ന് നമുക്ക് ഹോൾസ് ഉണ്ടാക്കാം. ഇത് കുറച്ച് ടൈം എടുത്തു. അതും സിസറും ബ്ലേഡ് വെച്ചിട്ടൊക്കെയാണ് അവസാനം ഇങ്ങനെ ഹോൾസൊക്കെ ഉണ്ടാക്കിയത് 2 എണ്ണം. പിന്നീട് നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഈ ട്യൂബ്. അപ്പോൾ നമ്മൾ ഈ എടുത്ത ട്യൂബ് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഇറക്കി വെക്കുക ആദ്യത്തെ ഹോളിൽ. പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു മെഷർമെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന മെഷർമെൻ്റ് എന്നൊന്നുമില്ല, നമുക്ക് അതൊരു ഷോർട്ടായിട്ട് ചെറിയൊരു ട്യൂബായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ ട്യൂബായിട്ടുണ്ട്, അതായത് കുറച്ച് മെഷർമെൻ്റ് ആയിട്ടുള്ള ഒരു ട്യൂബ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കുത്തിക്കയറ്റി വെച്ചിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ, അതായത് ഗ്ലൂഗൺ വെച്ചിട്ട് നമ്മൾ ഗ്ലൂ ചെയ്യാണ്. പിന്നീട് നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല, ക്ഷമിക്കുക. കാരണം ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഇപ്പുറത്തെ ഹോളിൽ നമ്മൾ ബോട്ടിലിൻ്റെ താഴ്ഭാഗം വരെ എത്തിയിരിക്കണം ആ ട്യൂബ്. അങ്ങനെ നല്ല ഇറക്കി വെക്കുക. പിന്നീട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാമല്ലോ, കാരണം അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു ട്യൂബും ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് വലിയ, അതായത് ബോട്ടിലിൻ്റെ അടിഭാഗം വരെയുള്ള ട്യൂബും. പിന്നെ അടുത്ത ബോട്ടിൽ വെള്ളമില്ല, കാരണം ഇതിന്ന് അപ്പുറത്തേക്ക് വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വെച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗം വരെ ട്യൂബില്ല. ഇപ്പുറത്തെ എങ്ങനെയാണ് ആദ്യം ചെയ്തത് അതേപോലെയാണ് 2 ഹോൾസിലും ഇപ്പുറത്തെ ബോട്ടിൽ. അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം സിമ്പിളായിട്ടുള്ളൊരു സ്റ്റെപ്സിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നീട് നമ്മുടെ ഈ ഫിഷ് ബൗളിൽ നമ്മുടെ ഒരു ഫൈറ്ററും പിന്നെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇത് ആദ്യം നമ്മുടെ ഈ വെള്ളം നിറച്ച ഈ ബോട്ടിൽ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പ് മേലെയാക്കി വെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് താഴെ ഈ കാലിക്കുപ്പി, അതായത് ഈ എംപ്റ്റി ബോട്ടിൽ നമ്മളിങ്ങനെ നിലത്ത് വയ്ക്കുക. എന്നിട്ട് അതിന്ന് നേരെ ഈ ഒരു ഫിഷ് ബൗളിലേക്ക് ഓക്സിജൻ സപ്ലൈ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇത് കാണിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ സൈഡിൽ, അതായത് ആ ഒരു ഷോർട്ടായിട്ടുള്ള ട്യൂബ് എന്തിനാണെന്ന് വെച്ച് പറയുകയാണെങ്കിൽ അതിലൂടെയാണ് എയർ പാസ് ചെയ്യുന്നത്. അതിലൂടെയാണ് ഇങ്ങനെ എന്താ പറയുക, ഒരു കംപ്രസർ എന്ന് പറയുന്ന സംഭവമുണ്ട്. പക്ഷേ അത് നമുക്ക് കടകളിൽ കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഒരു എയർ, ഇത് നമ്മൾ കാറ്റൊന്ന് ഊതി കൊടുത്തത്, ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്താൽ തനിയെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി, നിങ്ങൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം.
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ JBM ഫ്രം JBM Vlogs സൈനിങ് ഔട്ട്.